വെബ് റിസോഴ്സ് ആക്സസ് ചെയ്യാനായിട്ട് നമ്മളൊരു ഡിപ്പെൻഡൻസി നമ്മുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ HTTP ഒരു പാക്കേജാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് HTTP ഫ്ലട്ടർ എന്ന് സെർച്ച് ചെയ്യുക. ഈ പാക്കേജ് കോപ്പി ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇനി ഞാൻ ക്രോം ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം pubspec.yaml ഫയലിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡിപ്പെൻഡൻസിയിലേക്ക് വരിക. ഡിപ്പെൻഡൻസിയിൽ ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം പബ്ഗെറ്റിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുള്ളിൽ പെർമിഷൻ നൽകേണ്ടതായിട്ടുണ്ട്. അതായത് ഇൻ്റർനെറ്റ് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വെബ് സെർവറുമായിട്ട് ആൻഡ്രോയിഡ് ആപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനായിട്ട് ആൻഡ്രോയിഡിൽ വരിക. അതിനുശേഷം ആപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് SRC, അതിൽ നിന്ന് മെയിൻ, അതിൽ നിന്ന് manifest.xml ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷന് മുകളിലായിട്ട് ഇൻ്റർനെറ്റ് പെർമിഷൻ ആഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ടാഗിന് മുകളിലായിട്ട് ഈ ഇൻ്റർനെറ്റ് പെർമിഷൻ പേസ്റ്റ് ചെയ്യുക. യൂസേഴ്സ് പെർമിഷൻ ആൻഡ്രോയിഡ് നെയിം android.permission.internet എന്നുള്ളതാണ് നമ്മുടെ പെർമിഷൻ. നമ്മൾ ഈ പെർമിഷൻ ആഡ് ചെയ്ത ശേഷം നമുക്ക് കുറേ അധികം എറേഴ്സുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതൊന്നും ഫിക്സ് ചെയ്യേണ്ട, കാരണം ഇത് ഓട്ടോമാറ്റിക്കലി റിസോൾവ് ആയിക്കോളും. ഓക്കെ, ഇതിൽ നമുക്ക് ഫ്യൂച്ചർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ക്ലാസ്, അതായത് ഈ ഫ്യൂച്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റിസൾട്ട് ഓഫ് ആൻ എസിൻക്രണസ് ഓപ്പറേഷൻ്റെ റിസൾട്ടിനെയാണ് ഫ്യൂച്ചർ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ 2 സ്റ്റേറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് അൺകംപ്ലീറ്റഡ്, ഒന്ന് കംപ്ലീറ്റഡ് സ്റ്റേറ്റ്. മെയിൻ നൽകുന്നു, വോയിഡ് മെയിൻ, അതിനുശേഷം ഫ്യൂച്ചർ, അതിനുശേഷം ടൈപ്പ് പറഞ്ഞു നൽകുന്നു വോയിഡ്, എന്നിട്ട് ഞാൻ നൽകുകയാണ് ഫെച്ച് യൂസർ ഡേറ്റ. ഈ യൂസർ ഡേറ്റയാണ് ഫെച്ച് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. സോ ബേസിക്കലി അസ്യൂം ചെയ്യുക, ഒരു ലാർജ് ഡേറ്റാബേസ് അല്ലെങ്കിൽ ലാർജ് ഒരു ക്ലൗഡ് ഡേറ്റാബേസിൽ നിന്നായിരിക്കും നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോഴേക്കും അതിന് ടൈം എടുക്കും അല്ലേ. അപ്പോൾ ആ ടൈം ഞാനിവിടെ സിമുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഡേറ്റ എടുക്കുമ്പോഴേക്കും എങ്ങനെയായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ ഫ്യൂച്ചർ ഡോട്ട് ഡിലൈഡ് ഓഫ് കോൺസ്റ്റ് ഡ്യൂറേഷൻ നൽകുകയാണ്. ഞാനൊരു ഡ്യൂറേഷൻ ഒരു 5 സെക്കൻഡാണ് ഞാൻ ഡിലേ നൽകുന്നത്. സെക്കൻഡ്സ് ഫങ്ഷൻ ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഇതിലെന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? പ്രിൻറ്റ് ചെയ്യുന്നു. പ്രിൻറ്റ് ബുക്ക് ഓർഡർ സെമിക്കോളൻ. ഇനി ഞാനിവിടെ ഫെച്ച് യൂസർ ഡേറ്റ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനെ ഞാൻ എൻ്റെ മെയിനിലേക്ക് കോൾ ചെയ്യുകയാണ്. ഓക്കെ, അതിന് ഞാൻ ആദ്യം തന്നെ ഈ ഫംഗ്ഷനെ വിളിക്കുകയാണ് ഫെച്ച് യൂസർ ഡേറ്റ. അതിനുശേഷം ഞാനൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്നു. പ്രിൻറ്റ് ഫെച്ചിങ് യൂസർ ഡേറ്റ, ഫെച്ചിങ് യൂസർ ഓർഡർ നൽകുന്നു. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്യാം. ഇവിടെ ഫെച്ചിങ് യൂസർ ഓർഡർ എന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം 5 സെക്കൻഡിന് ശേഷമാണ് ബുക്ക് ഓർഡർ എന്ന് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ നമുക്ക് എസിൻക്രണസ് ഓപ്പറേഷൻസ് നമുക്ക് എസിങ്ക് അല്ലെങ്കിൽ വെയിറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മെയിൻ ഡോട്ട് ഡാറ്റ് ഫയലിൽ വന്നിട്ട് ഇനിറ്റിന് താഴെയായി ഞാനിവിടെ ഒരു ഫ്യൂച്ചർ ക്ലാസ് യൂസ് ചെയ്യാണ്. ഫ്യൂച്ചർ ടൈപ്പ് വോയിഡ്, അതിനുശേഷം സബ്മിറ്റ് ഡേറ്റ എന്ന് നൽകുന്നു. ഡേറ്റ അതെന്താണ്? അസിൻക്രണസ് ആണ് അല്ലേ. നമ്മൾ അസിൻക്രണസ് പ്രോഗ്രാമിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. ഇനി ഇതിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ വാല്യൂ സെൻഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ എങ്ങനെയായിരിക്കും സെൻഡ് ചെയ്യുക? അതിനായിട്ട് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. സെൻഡ് ഈക്വൽസ് await http dot post of URI dot parse of എന്താണ് പാഴ്സ് ചെയ്യേണ്ടത്? നമ്മുടെ URL ആണ് പാഴ്സ് ചെയ്യേണ്ടത്. ആ URLിലേക്കാണ് നമ്മൾ
നമ്മുടെ ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. ആ യു ആറിലേക്ക് ലഭിക്കുന്നു, ആ യു ആറിൽ നിന്ന് ആ യു ആറിലേക്ക് ഡേറ്റ ലഭിക്കുന്നു, അവിടെ പ്രോസസ്സ് ചെയ്യുന്നു, ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അതിനായിട്ട് ഞാൻ സെർവർ യു ആറിലാണ് ഇവിടെ പറഞ്ഞു നൽകേണ്ടത്. സെർവർ യു ആർ എൽ, അതിനുശേഷം ബോഡി എന്താണ് സെൻഡ് ചെയ്യേണ്ടത് അതാണ് ഞാനിവിടെ പറഞ്ഞു നൽകുന്നത്. ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഞാനിത് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ആദ്യം നെയിമാണ് ഉള്ളത് അല്ലേ. ഇവിടെ നെയിമിലേക്ക് എന്താണ് സെൻഡ് ചെയ്യേണ്ടത്? അണ്ടർസ്കോർ വാല്യൂ നെയിം കൺട്രോളറിലെ ടെക്സ്റ്റാണ് എനിക്ക് സെൻഡ് ചെയ്യേണ്ടത് അല്ലേ. യൂസർ അത് ഇൻപുട്ട് ചെയ്യുന്നു, അതാണ് അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് നൽകാം. വാല്യൂ നെയിം കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇമെയിലും നൽകണം. ഇമെയിൽ വാല്യൂ ഇമെയിൽ കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ്. ഇവിടെ നമുക്കൊരു എറർ വരുന്നുണ്ട്. കാരണം എന്താണ്? നമ്മൾ അതിൻ്റെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. HTTP പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് ഇമ്പോർട്ട് പാക്കേജ് http അതിനെ ഞാൻ HTTP ആക്കി യൂസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് HTTP താഴെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സെർവറിൽ നിന്ന് എനിക്കൊരു റെസ്പോൺസ് ലഭിക്കുകയാണ്. ആ റെസ്പോൺസ് നമ്മൾ സെർവറിൽ നിന്ന് വെബിൽ നമ്മൾ റെസ്പോൺസ് ലഭിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് കോഡ് അനുസരിച്ചാണ് നമ്മൾ അത് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാം സ്റ്റാറ്റസ് കോഡ്സ്, വെബ് സ്റ്റാറ്റസ് കോഡ്സ്. ഓക്കെ, നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കവിടെ കാണാൻ സാധിക്കും 200 തൊട്ട് 299 വരെയുള്ള എന്താണ് സക്സസ്ഫുൾ റെസ്പോൺസ് ആണ്. പിന്നെ 300 റീഡയറക്ട്സ് ആണ്. പിന്നീട് സെർവർ എററുകളാണ് 500 തൊട്ട് 599 വരെയുള്ളത്. ഓക്കെ, നമുക്കിവിടെ ആവശ്യമായിട്ട് നമുക്ക് റെസ്പോൺസ് സക്സസ്ഫുൾ ആണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത് 200 ആയിരിക്കും. ഓക്കെ, അതായത് HTTP റെസ്പോൺസ് സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത് 200 ആയിരിക്കും. ഓക്കെ, അതിനായിട്ട് ഞാനത് ചെക്ക് ചെയ്യുകയാണ്. ഇഫ് സെൻഡ് ഡോട്ട് സ്റ്റാറ്റസ് കോഡ് ഈക്വൽസ് 200 സക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ JSON ഡീകോഡ് ചെയ്യുകയാണ്. ഓക്കെ, for data equals JSON dot decode of send dot body. റിക്വസ്റ്റ് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചു. ഞാൻ എൻ്റെ സെർവറിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ടൊരു റെസ്പോൺസാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ അതാണ് നമ്മളിവിടെ സ്റ്റാറ്റസ് കോഡ് വെച്ച് ചെക്ക് ചെയ്തത്. ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഡേറ്റയിലേക്ക് JSON എൻകോഡ് ചെയ്ത് എൻ്റെ ബോഡിയിലുള്ള കണ്ടൻറ്റുകൾ ഞാൻ സ്റ്റോർ ചെയ്യുക. ഇൻ റെസ്പോൺസിൽ വന്ന വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഞാനിവിടെ ഡിക്ലെയർ ചെയ്യാണ് var റെസ്പോൺസ് മെസ്സേജ് ഈക്വൽസ് ഡേറ്റ. ഇതൊരു അറേയാണ്. അറേയിലെ വാല്യൂസ് ഞാൻ ആക്സസ് ചെയ്യുന്നു. ഡേറ്റ മെസ്സേജ്, അതുപോലെ എററും സെറ്റ് ചെയ്യുന്നു. റെസ്പോൺസ് ഈക്വൽസ് ഡേറ്റ ഓഫ്. നമ്മുടെ റെസ്പോൺസ് നമുക്കറിയാമല്ലോ. ആ റെസ്പോൺസിൽ നിന്ന് നമുക്ക് എററാണ് ട്രൂ ആകുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇനി പറഞ്ഞു കൊടുക്കണം. അതായത് നമുക്ക് JSON ഔട്ട്പുട്ട്, അതായത് നമുക്കിവിടെ ഒരു എറർ വരുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഡാറ്റ് ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് JSON ഔട്ട്പുട്ടിൽ നിന്ന് ലഭിക്കുന്ന നമുക്ക് റെസ്പോൺസിൽ നിന്ന് കിട്ടിയ JSONൽ എറർ എന്ന് പറയുന്ന സംഗതി ട്രൂ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ അത് ഫോൾസ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു നൽകാം. ഇഫ് റെസ്പോൺസ് എറർ, അതായത് റെസ്പോൺസ് എറർ എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റ ഓഫ് എറർ, അതായത് എറർ എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, ഞാനവിടെ സ്റ്റേറ്റ് സെറ്റ് ചെയ്യാണ്. ഓക്കെ, അത് സ്റ്റാറ്റസ് ഫോൾസ് ആയിരിക്കും. സ്റ്റാറ്റസ് അണ്ടർസ്കോർ ഈക്വൽസ് ഫോൾസ്. അതുപോലെ എൻ്റെ റെസ്പോൺസ് മെസ്സേജ് എന്തായിരിക്കും? അതായത് എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെസ്സേജും കൂടെ റെസ്പോൺസായിട്ട് വരുന്നുണ്ട്. അതും ഇവിടെ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, അത് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മെസ്സേജിലേക്ക് ഞാനത് പാസ് ചെയ്യണം. നമ്മൾ ഓൾറെഡി മെസ്സേജ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് പാസ് ചെയ്യാം. മെസ്സേജ് ഈക്വൽസ് റെസ്പോൺസ്
മെസ്സേജ് എല്ലാം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ നെയിം കൺട്രോളിലെ വാല്യൂസ്, അതായത് എൻ്റെ ടെക്സ്റ്റ് ഫീൽഡിൽ നൽകിയിരിക്കുന്ന വാല്യൂസ് എല്ലാം ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ സ്റ്റാറ്റസ് ട്രൂ ആക്കി സെറ്റ് ചെയ്യണം. സോ അത് നമുക്ക് ചെയ്യാം. അതിൻ്റെ എൽസ് പാർട്ട് നൽകാം. എൽസ് അണ്ടർസ്കോർ വാല്യൂ നെയിം കൺട്രോളർ ഡോട്ട് ക്ലിയർ അതുപോലെ തന്നെ എൻ്റെ സ്റ്റേറ്റ് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. സ്റ്റാറ്റസ് അണ്ടർസ്കോർ ഈക്വൽ ടു ട്രൂ മെസ്സേജ്. അതായത് സക്സസ് ആയാലും ഫെയിലിയർ ആയാലും നമുക്ക് സ്റ്റാറ്റസും ഉണ്ട്, അതുപോലെ തന്നെ മെസ്സേജും നമുക്ക് റെസ്പോൺസ് ചെയ്യുന്ന ലഭിക്കും. എൽസ് അതായത് സ്റ്റാറ്റസ് കോഡ് 200 അല്ല എങ്കിൽ എന്താണ്, നമുക്ക് ഇവിടെ മറ്റൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് സെർവർ എറർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണിക്കണം. ഓക്കെ, മെസ്സേജ് ഈക്വൽസ് എറർ സെർവർ എറർ സ്റ്റാറ്റസ് അണ്ടർസ്കോർ ഇസ് ഈക്വൽ ടു ഫാൾസ്. ഇനി നമ്മുടെ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കണം, സബ്മിറ്റ് ഡേറ്റ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് വർക്ക് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് നമുക്ക് നമ്മുടെ എലവേറ്റർ ബട്ടണിൻ്റെ ഓൺ പ്രസ്ഡ് ഇവൻറ്റിൽ വരണം. ഓക്കെ, ഇവിടെ നമുക്ക് അതിനെ കോൾ ചെയ്യാം, സബ്മിറ്റ് ഡാറ്റ. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസും ലഭിക്കണം. അതായത് സ്റ്റാറ്റസ് ലഭിക്കാനായിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് റിമൂവ് ചെയ്യാം. നമുക്കിവിടെ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് അണ്ടർസ്കോർ എന്ന് പറയുന്ന വേരിയബിളിന് 2 സ്റ്റേറ്റുകളാണുള്ളത്, ഒന്ന് ഫാൾസും ഒന്ന് ട്രൂവും. അത് ട്രൂ ആണെങ്കിൽ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു, അതല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ അത് അവിടെ എറർ മെസ്സേജ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനും എന്താണ് മെസ്സേജ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ചെക്ക് ചെയ്യാം. സ്റ്റാറ്റസ് അണ്ടർസ്കോർ നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. മെസ്സേജ് കോളൻ മെസ്സേജ്. ഓക്കെ, ഇവിടെ എറർ വന്നത് നമ്മൾ കോൺസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. കാരണം ഇത് കോൺസ്റ്റൻ്റ് അല്ല, ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ഈ സ്റ്റാറ്റസ് ട്രൂ ആണെങ്കിൽ ഈ ഫസ്റ്റ് 1 മെസ്സേജ് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റാറ്റസ് ഇവിടെ ഈ സ്റ്റാറ്റസ് ട്രൂ ആണെങ്കിൽ ഇതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇത് ഫാൾസ് ആണെങ്കിൽ നേരെ ഇതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാം. ഞാനിവിടെ നെയിം ടൈപ്പ് ചെയ്യുന്നു, റോക്കി. ഓക്കെ, അതിനുശേഷം ഞാൻ ഇമെയിൽ നൽകുന്നു, rocky@bignol.com. ഓക്കെ, ഇനി ഞാൻ സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ സക്സസ് മെസ്സേജ് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇമെയിൽ ഇവിടെ ക്ലിയർ ആയിട്ടില്ല. ഞാനിവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. അതായത് അണ്ടർസ്കോർ വാല്യൂ നെയിം കൺട്രോളറാണ് വീണ്ടും ഞാൻ ക്ലീൻ ചെയ്തിരിക്കുന്നത്. അത് ഇമെയിൽ ആക്കുക. ഓക്കെ, അത് ഇമെയിൽ ആക്കി കഴിയുമ്പോഴേക്കും ഇതും ക്ലീൻ ആകുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതിന് മുൻപ് വാല്യൂസ് ഒന്നും നൽകിയില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് നോക്കാം. ഞാൻ വാല്യൂസ് ഒന്നും നൽകുന്നില്ല, ഇവിടെയും വാല്യൂ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് റെസ്പോൺസ് ലഭിച്ചിരിക്കുകയാണ്. ഓൾ വാല്യൂസ് ആർ റിക്വയർഡ് എന്ന് പറഞ്ഞ് നമ്മുടെ സെർവറിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് നമ്മളിവിടെ നമ്മുടെ ടെക്സ്റ്റിലേക്ക് പാസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ വാല്യൂ നമ്മുടെ ഡേറ്റാബേസിൽ ഇൻസേർട്ട് ആയോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ ക്രോം ഓപ്പൺ ചെയ്യുന്നു. അതിനായിട്ട് ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ വരിക. അതിനുശേഷം ഡേറ്റാബേസ് മാനേജറിൽ ക്ലിക്ക് ചെയ്യുക, ടൂൾസിൽ. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഡേറ്റാബേസ് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം PHP മൈ അഡ്മിൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ നിന്ന് യൂസർ ഡേറ്റ ക്ലിക്ക് ചെയ്യുക.
നമുക്കിവിടെ കാണാൻ സാധിക്കും. റോക്കി എന്നുള്ള പേര് ആഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇമെയിലും നമ്മുടെ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.